ചാണപ്പൊടി പിന്നെ എന്താ പറയുക കുറച്ച് പൂവിടും. ഇവിടെ എനിക്ക് നിൽക്കുന്ന ഭാഗത്ത് തന്നെ നമുക്ക് പറയാൻ മാത്രം വെയിലൊന്നുമില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയോട്ടാ. നമുക്ക് രാവിലേക്ക് കറിയിലേക്ക് നിത്യവൈദ്യനിക വേണം. പിന്നെ നമ്മുടെ പണിസ്ഥലത്തേക്ക് കുറച്ച് ചീര ആയിരിക്കും നടക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കാലത്ത് കഞ്ഞിക്ക്. അപ്പൊ നോക്കിയേ നമ്മുടെ നിത്യവൈദ്യനിക ഇപ്പോഴും ഞാൻ കത്തെടുക്കാൻ മറന്നു. ചീരയുടെ ഓർമ്മയിൽ കത്ത് മാത്രം എടുത്തു പോകുന്നുള്ളൂ. നിത്യവൈദ്യനിക ഇപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയണ്ടാ. ഞാൻ അടുത്തേക്ക് കാണിക്കുന്നത് എന്താ പറയാ, പുതിയതായിട്ട് ആരെങ്കിലും കാണുമ്പോഴേ അവർ ചോദിക്കുന്നുണ്ട് കമന്റ് കൂടെ, ചേച്ചി നിത്യവൈദ്യനിക കണ്ടിട്ടില്ലേ, ഒന്ന് അടുത്തേക്ക് കാണിക്കുന്നു. അതാണ് ഞാൻ എപ്പോഴും പൊട്ടിക്കുമ്പോ അടുത്തേക്ക് കാണിക്കുന്നത് കേട്ടാ. നിത്യവൈദ്യനിക കഴിച്ച് നിത്യവൈദ്യനിക ഭയങ്കര ഇഷ്ടമായിട്ടാ. ടേസ്റ്റ് നല്ല രസമായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. മറ്റേ ഇത്തിരി നാളികേരൊക്കെ ചെരുകി മുട്ടയൊക്കെ ഇട്ടിട്ട് കൊത്തി പൊരിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഇപ്പൊ. ഇത്രയും നമ്മള് പൊട്ടിച്ചെടുത്തോണത് കേട്ടാ. ഇതിനിപ്പോ 2 ദിവസം വീണ്ടും പൊട്ടിക്കാറാവും. അങ്ങനെ കാണുമ്പോ നമുക്ക് അങ്ങനെ കുറെ നിക്കണ പോലെ തോന്നില്ലേ, പക്ഷെ ഈ നിറച്ചുണ്ടങ്ങ് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇനി എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഒരു ക്യാപ്സിക്കം പൊട്ടിക്കാറായിട്ടുണ്ട്, അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ക്യാപ്സിക്കത്തിന്റെ അയ്യോ ഇത് നമ്മുടെ പട്ടികൾ ഓടിയിട്ടാ തോന്നിട്ട് കൊമ്പൊക്കെ ഓടിച്ചിട്ടുണ്ട്. നോക്കിയ ക്യാപ്സിക്കത്തിന്റെ വലിപ്പം എന്റെ കയ്യിലിരിക്കുമ്പോ വേണ്ട. നമ്മള് സാധാരണ കടയിൽ നിന്ന് പിടിക്കുന്ന അതേ വലുപ്പം തന്നെ വരുന്നില്ല. അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പൂവ് കാണാനുണ്ട്, പക്ഷെ നിറച്ചുണ്ടാവണില്ല കേട്ടാ. അത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിലായ കാരണം എന്താണെന്നറിയില്ല. പക്ഷെ നമുക്ക് ആവശ്യത്തിനായിട്ട് ഉണ്ടായി കിട്ടുന്നുണ്ട്. ഇപ്പൊ മുളക് പൊട്ടിക്കാൻ വേണ്ടി വന്ന അപ്പൊ എനിക്ക് അമ്മേനെ ഓർമ്മ വരും. അമ്മയ്ക്കാണ് മുളകിനോട് എത്ര ഇഷ്ടമായി നോക്കണേ. കട ഇളകാണ്ട് ഈ നല്ല വില തണ്ടിന് നോക്കിയേ. ഇനിയിപ്പോ നമുക്ക് ചീരയും കൂടി അരിഞ്ഞേ, കാരണം ഞാൻ എന്റെ ചീര നോക്കിട്ട് അപ്പൊ അവിടെ ചേച്ചി നിൽക്കണ്ടാവുക. ഇവിടെ ഇരിക്കട്ടെ, പോകുമ്പോഴേക്കാം. നമ്മുടെ നോക്കിയോ ഇപ്പുറത്ത് നിൽക്കണ ആ ചീര കടയുടെ വലിപ്പം നോക്കിയ കണ്ടാ, എന്റെക്കാൾ ഹൈറ്റാ നിക്കണേ. ഞാൻ 5'1" ഇട്ടാ. എന്നിട്ടാണ് അപ്പൊ ഈ ചീരയുടെ ഹൈറ്റ് കണ്ടാ. ഇത് പിന്നെ നമ്മളിങ്ങനെ ഒരു ചീരക്കടയ്ക്ക് നമ്മൾ അരിയാണ്ട് നിർത്തും, കാരണം കതിര് വീഴാൻ വേണ്ടിട്ടാ അങ്ങനെ നിർത്തിയിട്ടുള്ളതാ. നമ്മള് പോകും വഴിക്ക് ചേച്ചിക്ക് ചീര കൊടുത്തു പോട്ടാ. ടൈസനും കിട്ടിയടേന്ന്. അവനെ നമ്മുടെ കൂടെ അങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ വരുമ്പോ ഓടി വരും പിന്നെ നമ്മുടെ കൂടെ. വരാ. ഞാനുണ്ടല്ലോ നമ്മുടെ നിത്യവൈദ്യനിക കൊണ്ടുള്ള ഒരു തോരനായിട്ട് ആക്കി നോക്കണത്. അപ്പൊ അതായത് ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കടുകൊക്കെ പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കും. അതേപോലെ തന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മുടെ നേരെ നിത്യവൈദ്യനിക ഇട്ട് ഒന്ന് ആവി കയറുമ്പോൾ വേവുള്ള നിത്യവൈദ്യനിക അവ എന്ത് വരുന്നോട് കൂടി കുറച്ച് നാളേരം കൂടി ചെരുകി ഇട്ടു കൂട്ടാ. അങ്ങനെ കൂടുതൽ മുളകൊന്നും ഇടാത്ത ഒരു രീതിയിൽ പച്ചമുളക് മാത്രമായിട്ടാ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോ. അപ്പൊ എന്റെതാ തോര റെഡി ആയിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഞാൻ ഒരു മുട്ടക്കറിക്കുള്ള കാര്യം കൂടി റെഡി ആക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതാ എന്താ പറയാ, അതോടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മള് ഇന്ന് ഉണ്ടാക്കണമെന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്, ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കണേ. അപ്പൊ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ കഴിക്കുമ്പോൾ കറികൾ വേണമെന്നൊന്നുമില്ല കേട്ടാ, വെറുതെ കഴിക്കാം. അപ്പൊ അതിലേക്ക് ഞാനിപ്പോ 2 സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ കൊണ്ട് ക്യാപ്സിക്കത്തിന് ഒരു കഷ്ണം എടുക്കും. അയ്യോ പിന്നെയും വേണം, നമുക്ക് എന്ത് പച്ചക്കറികളും വേണമെങ്കിൽ ഇടാം. അപ്പൊ നമുക്ക് തക്കാളിയും വേണം, പിന്നെ നമ്മുടെ ഉള്ളിയുടെ തണ്ട് ഇപ്പൊ ഞാൻ ഏത് കറിയിൽ ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ അതുകൂടി നമുക്ക് ഇതിലിടാം.
അപ്പൊ അത് പൊട്ടിച്ചെടുത്തില്ല, മറന്നു. പൊട്ടിക്കാൻ നമുക്ക് വാ. നോക്കിയേ, ഈ തക്കാളിക്ക് നല്ല വലുപ്പമുള്ള തക്കാളിയാട്ടാ. ഞാനിപ്പോ പൊട്ടിക്കുന്നത് നോക്കിയാ കുഞ്ഞി തക്കാളികളുണ്ട്, നല്ല ചെറിയ മണിമണി പോലത്തെ. ആ തക്കാളിയാണ് ഇപ്പൊ ഞാൻ പൊട്ടിച്ചെടുക്കുന്നത്. അത് നന്നായി പഴുത്ത് നിൽക്കണോണ്ടേ. അപ്പൊ ഒരു 3 പേരെയാട്ടാ പൊട്ടിക്കണേ. 3 പേരെ വേണ്ടോ, പക്ഷെ ഞാൻ പഴുത്ത് ഫുള്ള് പൊട്ടിച്ചെടുക്കണ്ട്. നല്ല മധുരട്ടാ ഈ തക്കാളിക്ക്. ഇനി നമ്മുടെ ഉള്ളിയുടെ മറ്റേ തണ്ടുണ്ടല്ലോ, അതും കൂടി വേണം നമുക്ക്. ഇതിപ്പോ നമുക്ക് കുറച്ചിങ്ങനെ അരിഞ്ഞെടുക്കണുള്ളൂ കേട്ടോ, ആവശ്യത്തിന് ഞാൻ എടുക്കണുള്ളൂ. ഇത്രയും മതി. നമുക്കിപ്പോ ഉള്ളിത്തണ്ട് ഏത് കറിയിലിടുമ്പോ അതിലോട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഇപ്പൊ സ്ഥിരം നടണ കാരണം തണ്ടുകൾ ഇങ്ങനെ ഓരോ കറിയിലേക്ക് ഉപയോഗിക്കും. ലാസ്റ്റ് നമുക്ക് ഉള്ളി പറിക്കാനും കിട്ടും. കഴുകിയെടുക്കട്ടെ. അപ്പൊ 2 തക്കാളി മതിട്ടാ. ഉള്ളിത്തണ്ട് പിന്നെ നമുക്ക് മുഴുവനും ഇടാട്ടാ. ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഫുള്ള് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നമുക്കുണ്ടല്ലോ ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടാ. ചെറുതാക്കി കനം കുറച്ച് തന്നെ നുറുക്കിയെടുക്കാം. ഇത്തിരി കനത്തിലായോട്ടെ, തീരെ കനം കുറച്ച് കഴിഞ്ഞാൽ ഉള്ളിത്തണ്ടല്ലേ ഒന്നും കാണാത്ത പോലെയാവും. നമ്മുടെ ദോശയിലേക്ക് ഇതൊക്കെ എടുക്കണ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. ഇനി നമുക്ക് അതേപോലെ തന്നെ പച്ചമുളക് കയ്യിലുണ്ടാ ചെറുതാക്കി ഇങ്ങനെ നുറുക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ കേട്ടാ. പച്ചമുളക് എന്തായാലും കനം കുറച്ച് തന്നെ നുറുക്കിയെടുത്തോട്ടാ. ഉള്ളിത്തണ്ട് ഇത്തിരി കനം കൂടിയാലും കുഴപ്പമില്ല. പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇപ്പൊ ഞാനിതാ ഈ മുഴുവൻ പച്ചമുളക് എടുക്കണില്ലേ, നല്ല നീളം ഉണ്ടായിരുന്നില്ല, എരിവ് കൂടണ്ട. അപ്പൊ ഞാനത് കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടാ. ഒരെണ്ണം എടുക്കാന്ന് വെച്ചിട്ടാണ് എടുത്തത്. സബോള പക്ഷെ കൂടിയോട്ടെ കേട്ടാ. സബോളയും ഉള്ളിത്തണ്ട് പോലെ തന്നെ ഒരു രസമാണ് കഴിക്കാനായിട്ട്. തക്കാളി നമ്മളിതാ ചെറുതാക്കി തന്നെ നുറുക്കിയിടൂട്ടാ. ക്യാപ്സിക്കത്തിന്റെ നോക്കിയാൽ നമ്മളിത് ഈ ഒരു പാല് എത്ര എടുക്കണോട്ടെ ക്യാപ്സിക്കം. ഇങ്ങനെ ചെറുതാക്കി നുറുക്കില്ല. നൈസായിട്ട് നുറുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിട്ടാ. അല്ല, ഇതേപോലെ നൈസായിട്ടാണ് നമ്മൾ ക്യാപ്സിക്കം നുറുക്കണേ. ഇനി നമുക്കിതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഇട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാട്ടാ. നെയ്യും നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ കൂടിയിട്ട് ഒന്ന് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പൊക്കെ കൂടിയിട്ട്. അതിനുശേഷം നമുക്കുണ്ടല്ലോ നമ്മുടെ ഇതാ പൊടിയിടാം. ആദ്യം പൊടി ഇട്ടിട്ടും നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ കൂടി, അതായത് നമ്മുടെ പച്ചക്കറികളെല്ലാം കൂടിയിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതാ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ദോശ മാവിന്റെ പരുവുണ്ടല്ലോ, ആ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കലക്കിയെടുക്കാനായിട്ട്. ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മൾ ആക്കിയെടുക്കേണ്ടത്. കണ്ട ഇതേപോലെ. അധികം ലൂസാവുമില്ല, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. ഇതാണ് പരുവം. ഇനി നമുക്ക് ഇപ്പൊ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. വെക്കുക ഒന്നും വേണ്ട. ദോശപാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല നൈസായിട്ട് വേണ്ട, ചെറുതായിട്ടൊരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ദോശ വേവിച്ചെടുക്കുക. എന്നിട്ട് തീ കുറവിലാണ് നമ്മൾ വെക്കുക. മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ മൂടി ഒന്നും വെക്കില്ല. ഇതാ തീ കുറവിലാണ് നമ്മൾ വേവിച്ചെടുക്കണേ കേട്ടാ. അപ്പൊ നമ്മുടെ ദോശ റെഡി ആയിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം കേട്ടാ.
നമ്മുടെ രണ്ടാമത്തെ ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷായട്ടിന് പോവാറായി. അപ്പൊ ഞാൻ കഴിക്കുന്ന നേരത്തെ ഉണ്ടാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഷായട്ടിന് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ദോശയിലേക്ക് കറി വേണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരണം മാത്രമായിട്ട് അതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ എന്താ പറയുക നിത്യവഴുതിനിങ്ങ തോരൻ, മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷായട്ടിനോടൊക്കെ കേട്ടാ. ഷായട്ടിന് അപ്പതാ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. ഷായട്ടിന് ഇഷ്ടപ്പെട്ട ദോശയാ. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാലേ പറമ്പിൽ എന്ത് പച്ചക്കറി കിട്ടണോ അതൊക്കെ വെട്ടി നോക്കിയിട്ടുള്ള ദോശയാണ് നമ്മുടെ. ഇതിലിപ്പോ എന്തൊക്കെ കിട്ടുക എന്നുള്ളത് നോക്കണമെങ്കിൽ നമ്മൾ കഴിച്ചു നോക്കണം. വെണ്ടക്കായ വരെ ഇതാറില്ലാന്നേ നോക്കിയോട്ടത്. ഇതില് ഞാൻ പറയാം എന്തൊക്കെ കിട്ടുക എന്നുള്ളത്. പറയും. തക്കാളി കിട്ടിയിട്ടുണ്ട്, ഒരു പച്ചമുളകിന്റെ കഷ്ണം കിട്ടിയിട്ടുണ്ട്, സവാള കിട്ടിയിട്ടുണ്ട്, പിന്നെ അത് മനസ്സിലായത് പെട്ടെന്ന് ഉള്ളിയിൽ ഒരു ചവയുള്ള കാരണം ഉള്ളിയിൽ അതും തന്നെയാവുള്ളൂ. പിന്നെ കാപ്സിക്കം ഇട്ടുണ്ട്. പിന്നെ അത് നോക്കണം, എല്ലാം കൂടി ആകുമ്പോഴേ ഒരൊറ്റടിക്കലും നമ്മൾ മൂന്നാലിനല്ല കടിക്കുന്നത്. കണ്ടില്ല. ശരിക്കും ഇത് കഴിക്കാനെങ്കിലേ ഈ മുട്ടക്കറി ഒന്നും ആവശ്യമില്ല. മുട്ടക്കറി ഇത് നമ്മുടെ നിത്യവഴുതിനിയല്ലേ. അപ്പൊ ഷായട്ടിന് ദോശ ഫുഡായിട്ടാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ദോശകളൊക്കെ ഇങ്ങനെയാട്ടാ. എന്നിട്ട് പച്ചക്കറിയാണ് പറമ്പിൽ കിട്ടിയെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് ആ സമയത്ത് ആ മാവിൽ അങ്ങനെ ചെയ്തെടുക്കും. അടിപൊളി തന്നെയാ. ദോശ തന്നെ അല്ല, ദോശ തന്നെ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അത് വേറൊരു രുചി, ഇതൊക്കെ കൂടുമ്പോ വേറൊരു രുചി. സൂപ്പറാ. താങ്ക് യു. അവസാനം കഴിക്ക്. ഇനി എനിക്കുന്നുണ്ടല്ലോ കുറച്ച് ചട്ടികൾ ഇട്ടാ പെയിന്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ കോഴിക്കോടിന്റെ പണിയൊക്കെ ആയിട്ട് നമ്മുടെ കൊങ്ങിണി മറിയാലോ നിറച്ച് പോകണ്ടായി നിൽക്കുന്ന കൊങ്ങിണികളാന്ന്. ഇപ്പൊ ആ പണിയൊക്കെ ആയിട്ട് അവരെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഒതുക്കി വെച്ച് നോക്കായിരുന്നു. ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചു. അപ്പൊ എന്നിട്ടാണെങ്കിൽ ആ നമ്മുടെ കോഴിക്കോടിന്റെ തിണ്ടുമ്പോ നിൽക്കുമ്പോഴത്തെ ആ വെയിലൊക്കെ അവർക്ക് കുറവായിരുന്നു കിട്ടുന്നത്. അപ്പൊ അവർ കണ്ട പൂവൊക്കെ ഇത്തിരി കുറവാണ്. പിന്നെ അത് മാത്രല്ല ഇനിയിപ്പോ ഏതായാലും അവരങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പോവാ. അപ്പൊ കയറ്റി വയ്ക്കുന്നേക്കാളും മുന്നേ ഇവരെ ഒന്ന് പെയിന്റ് ചെയ്തിട്ട് കയറ്റി വയ്ക്കാന്ന് വെച്ചു. കയറ്റി വെച്ച് പിന്നെ നമ്മുടെ നല്ല വെയിലും അതേപോലെ നമ്മുടെ വളങ്ങളും കിട്ടി കഴിയുമ്പോ ഒരു വേഗം ഒരാഴ്ച ആകുമ്പോഴേക്കും കുറച്ച് പോവാട്ടാ. അപ്പൊ ഇന്ന് പെയിന്റ് അടിക്കലാണ്. പേളിയാണെങ്കിൽ തന്നെ ചുറ്റിപ്പറ്റി ഇവിടെ ഉണ്ട്. ഒരു 20 ചട്ടി ഉണ്ട് നമുക്ക് പെയിന്റ് ചെയ്യാനായിട്ട്. അപ്പൊ കുറേശ്ശെ ചട്ടികൾ ഇവിടെ ഒതുക്കി വെച്ചിട്ടേ ഇരിക്കാന്ന് വെച്ചു ഞാൻ. ഇപ്പൊ എന്നാ ഇങ്ങനെ ഇത്തിരി നോട്ടം കുറഞ്ഞു. കാരണം എന്താ പറയാ അങ്ങോട്ട് നമ്മള് പറയുമല്ലോ ആ ഇരിക്കുന്ന സ്ഥാനത്താകുമ്പോ എല്ലാവരും ഒരേപോലെ നോക്കിയിരുന്നു. പുല്ലും ഒക്കെ തിരിച്ച് വന്നു തുടങ്ങി. അതൊക്കെ ശരിയാക്കണം. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ അടിക്കണ പെയിന്റ് ഇട്ടാ എപ്പോഴായാലും നമ്മളോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഏത് പെയിന്റ് അടിക്കാറുണ്ട് ഞാൻ കാണിക്കണ സമയത്ത്. അപ്പൊ നമ്മളിതാ ഏഷ്യൻ പെയിന്റ് ആണ് ഞാൻ അടിക്കാറ്. അപ്പൊ ഇതൊരു ലിറ്ററാണ് ഇപ്പൊ നമ്മൾ മേടിച്ചിട്ടുള്ളത്. 516 രൂപയാട്ടാ. അപ്പൊ ഞാൻ കൊല്ലത്തിലൊരു പ്രാവശ്യമാണ് ചെടികൾ പെയിന്റ് ചെയ്യാറുള്ളൂ. പിന്നെ അത് മാത്രല്ല ഇപ്പൊ ഇടയിലൊക്കെ ചിലപ്പോ നന്നായിട്ട് പെയിന്റ് പോയിന്ന് കാണുമ്പോ ആ ഭാഗം മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പൊ കണ്ടേ ഇപ്പൊ ഈ ചെടിക്ക് ഇങ്ങനെ നിൽക്കണം നോക്കിയിട്ട് കാര്യമില്ല കേട്ടാ. ഇത് ഞാൻ പെയിന്റ് ഒക്കെ ചെയ്ത് ആ പിണ്ടത്തേക്ക് വെച്ച് കഴിഞ്ഞ് ഇവർക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോ ഇവര് പെട്ടെന്ന് പോവോ ഞാൻ കാട്ടി തരുന്നത്. നിനക്ക് തിന്നാനൊന്നുമില്ല പേളി ഇതില്. ഇപ്പൊ പേളിയേ അനിയൻ കെട്ടിടാൻ നേരം വൈകുമ്പോ ഇപ്പൊ എന്നൊന്ന് പറയണ പോലെ എന്റെ കൂടെ ഉണ്ടെന്നേ. ഇവിടെ വന്ന് നിൽക്കുള്ളൂ ചുറ്റിപ്പറ്റി. പോവാൻ പറഞ്ഞാലും കേൾക്കില്ല.
നമ്മളിന്ന് പണ്ടുണ്ടെങ്കിൽ കൊല്ലത്തിൽ ഒരു വട്ടം പെയിന്റ് ചെയ്യണ കാരനെ ഓരോ കോട്ട് അടിച്ചാൽ മതി കേട്ടാ. അപ്പൊ ഇപ്പൊ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചട്ടികളുണ്ട്, അവരെ ഇപ്പൊ തന്നെ ഞാൻ ആ സ്ഥലത്തേക്ക് ഒതുക്കി വെക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇനി ഉണ്ട് നമുക്ക് അടിച്ച് എന്താ പറയുക പെയിന്റ് ചെയ്യാൻ വേണ്ടിട്ടേ. അപ്പൊ ഇവിടെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇവരെ അവിടെ വെക്കട്ടെ കേട്ടാ. ഇനി അടിക്കാനുള്ള കുറച്ച് ചട്ടികളും കൂടി നമുക്ക് എടുത്തു വെക്കാം. ഇവരൊക്കെ ആ തിണ്ടത്ത് ഇരുന്നിരുന്നെങ്കിൽ നല്ല ഭംഗിയില് പൂവൊക്കെ ആയേനെ. അടിക്കാനുള്ള എല്ലാവരും ഒരുമിച്ച് ഇനി കൊണ്ടുവച്ചുട്ടാ. ഇത്രയും ചട്ടികളും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്റെ ഇന്നത്തെ പെയിന്റിങ് കഴിച്ചു. കുറേശ്ശെയാണ് ഒരു ദിവസം അടിക്കുക. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ തിണ്ടത്തെ മാത്രം ചട്ടിയാണ് ഇന്ന് അടിക്കണുള്ളൂ നമ്മള്. അപ്പൊ അങ്ങനെ എന്റെ 20 ചട്ടികളും പെയിന്റ് ചെയ്ത് കഴിഞ്ഞുട്ടാ. ഇനിയിപ്പോ മുന്നേ കയറ്റി വെച്ച പോലെ തന്നെ ഈ ചട്ടികൾ ഞാൻ അങ്ങോട്ട് കയറ്റി വെക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കൊമ്പും ഇവര് ചില്ലകളുണ്ടല്ലോ അതെല്ലാം ഞാനിന്ന് വെട്ടും. അത് ഞാൻ വൈകിട്ട് 5 മണിക്ക് ശേഷം വെട്ടുള്ളൂ കേട്ടാ. വെട്ടിയിട്ട് പിന്നെ നമ്മള് ഇവർക്ക് വളം ഒഴിച്ചു കൊടുക്കും. ഞാൻ ചെയ്യണ വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കഞ്ഞിവെള്ളത്തിൽ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് വെച്ചിട്ട് ഒരാഴ്ച വിട്ട് വയ്ക്കും. എന്നിട്ട് അതിന്റെ തെളി എടുത്തിട്ട് എടുക്കണതിന്റെ 4 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഓരോ എന്താ പറയാ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഈ കോങ്കിണികൾക്കൊക്കെ എന്ന് പറയുന്നത് ഞാനൊരു ഗ്ലാസ്സിന്റെ അവിടേക്ക് ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കൂട്ടാ. അതൊക്കെ 5 മണിക്ക് ശേഷം ചെയ്യുള്ളൂ, നല്ല വെയിൽ അറിയുന്നതിന് ശേഷം ഇട്ടാ. ഇപ്പൊ ഇതൊക്കെ എടുത്ത് ഇതേപോലെ തന്നെ അങ്ങോട്ട് കയറ്റി വെക്കട്ടെ. ഇനി നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ഒരു കോളാമ്പിയാണ്, മഞ്ഞ കോളാമ്പി പൂവ് നല്ല വലുപ്പത്തിലുള്ളത്. മുകളിലുണ്ടായി നിൽക്കുന്നുണ്ട്, താഴെയൊന്നും ഇല്ല കേട്ടാ. അപ്പൊ ഇത് കൊമ്പും ചില്ലകളൊക്കെ വെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് പൊടിച്ചു വരുന്നതൊക്കെ പൂവായിട്ട് വരും. പിന്നെ അത് മാത്രമല്ല നമ്മൾ നടക്കുമ്പോൾ ഇതിന്റെ ചില്ലകളൊക്കെ നമ്മുടെ കണ്ണില് അല്ലെങ്കിൽ കഴുത്തിലൊക്കെ ചുറ്റി വലിച്ചു തുടങ്ങി. അപ്പൊ ഈ ഒരു ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക്. അപ്പൊ ഞാൻ സ്റ്റൂളുമ്മ കയറിയെന്ന് എനിക്ക് കയ്യെത്താവുന്ന രീതിയിലായിട്ട് ഞാൻ വെട്ടി ഒതുക്കണേ. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യട്ടാ, നമ്മുടെ ഈ കത്രികാട്ടാ നല്ല സുഖാണ് കണ്ട. ഒരു സ്പ്രിങ് ആണ്, നമ്മളിത് വെട്ടുമ്പോ നമുക്ക് അത്ര ബലവും കാര്യങ്ങളൊന്നും കൊടുക്കണ പോലെ തോന്നില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്രപ്രസാദിനായിട്ട് നമ്മളിത് മേടിച്ചിട്ടുള്ളത് കണ്ട. വെട്ടുമ്പോഴേ അതിൽ നല്ല മൂർച്ചയാണത്. ഈസി ആയിട്ട് പോരും, നല്ല സുഖമാണ്. ഒരുവിധം കനമുള്ള കൊമ്പുകളൊക്കെ നമുക്ക് വെട്ടാൻ പറ്റൂട്ടാ.
അപ്പൊ ഒരുവിധം ഞാൻ വിചാരിച്ച പോലെ ഒന്ന് വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതാ അടിയിൽ കുറെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, രാവിലെ തന്നെ, അതായത് ഇന്ന് ഫുൾ ചെടികളുടെ കൂടെ നിൽക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിച്ചു വെച്ചിട്ടാണ് പുറത്തേക്ക് ഒരു കുപ്പി വെള്ളമായിട്ടാണ് ഇറങ്ങിയത്. പറമ്പിലത്തെ പണിയും എന്താ പറയാ ഇതെല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറണം കേട്ടാ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെടികളൊക്കെ എന്താ പറയുക കവറിൽ നിറയ്ക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ വൃത്തിയാക്കുക. പിന്നെ അത് മാത്രല്ല ഇത്തിരി വെള്ളം കുടിക്കട്ടെ, നല്ല ദാഹമുണ്ട് ഇപ്പൊ. ഞാനിത് അവിടെ കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും മണ്ണ് എനിക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആദ്യം ഇതാ കുറച്ച് ചകിരിച്ചോറ്, ഈ ചകിരിച്ചോറ് ഇതിലിട്ടിട്ട് മണ്ണും ചകിരിച്ചോറും കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കൂട്ടാ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളൊന്നും അങ്ങനെ കൂടുതൽ മേടിക്കില്ല. ഉള്ള ചെടികളിൽ നിന്നിട്ട് എന്താ പറയാ അവര് വലുതായി വരുന്നതിനനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ചെടികള് ഉണ്ടാക്കിയെടുക്കാറിട്ടാ. അപ്പൊ അതേപോലെ ഇങ്ങനെ കുറച്ച് കവറുകൾ മേടിച്ചിട്ടുണ്ട്. ഇതെന്ത് കൈക്കോട്ടിരിക്കാത്ത ഇരിക്കും. അപ്പൊ ഇങ്ങനെ കുറച്ച് കവറുകൾ മേടിച്ചിട്ടുണ്ട്. ഈ കവറുകളിൽ നമ്മളിങ്ങനെ മണ്ണ് കുറേശ്ശെ നിറച്ചു കൊടുക്കൂട്ടാ. പകുതി ശീർണുള്ളൂട്ടെ ഞാന് ഇത് വലിപ്പമുള്ള ഒരു കവർ ചെയ്ത് വേണ്ടേ. ഇത്ര പോകുന്ന കവർ മതിയായിരുന്നു, പക്ഷെ ഇത്ര പോകുന്ന കവർ ചെയ്ത് കഴിഞ്ഞ കാരണം കവർ വലുതായ കാരണം നേരിട്ട് പണിയായി. പകുതി മണ്ണിട്ടിട്ട് പിന്നെ കവറിനൊന്ന് മടക്കി വെക്കലേ, അങ്ങനെ വേണ്ടി വന്നു. കഴിയാറായി. അത് ചില ദിവസം ഇങ്ങനെ ചെടികളുടെ അടുക്കി വരേണ്ട ദിവസം ട്ടാ, ആ ദിവസം സമയം നോക്കേയില്ല. എത്ര ടൈം ഉണ്ടെങ്കിലും ആ വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് കഴിയണ വരെ നിക്കൂട്ടാ. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. സിംബയാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു. അവന്റെ അടുത്തേക്ക് തീരെ പോയിട്ടില്ല. രാവിലെ ഭക്ഷണം കൊടുത്തിട്ട് പോന്നിട്ടുള്ളതാ. അപ്പൊ അതിന്റെ സങ്കടം മുഴുവൻ അവിടെ ഉണ്ട്. അതേപോലെ ഇന്ന് കരയുന്നുണ്ട് അവൻ. അപ്പൊ നമ്മുടെ ചെടി വെക്കാനുള്ള കവറിൽ മണ്ണൊക്കെ എന്നെ നിറയ്ക്കല് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ചെടിയുടെ ഇപ്പോഴത്തെ ചെയ്യണത് എന്തിട്ടാണെന്നറിയോ, നമ്മുടെ കോഴിക്കൂടിന് ഗ്രില്ലടിച്ചിട്ടില്ലേ, ആ ഗ്രില്ലുമ്മ കുറച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാട്ടാ. അപ്പൊ അതായത് ഒരു റെഡ് കളറുള്ള ഒരു ചെടിയുണ്ട് നമ്മുടെ അവിടെ, അതിൽ നിന്ന് ഇനി വെട്ടി വെക്കണം. കത്തി എടുക്കട്ടെ, കത്തി ഞാൻ എടുക്കാൻ പറഞ്ഞു. കത്തി എടുത്തിട്ട് കണ്ട ഈ ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ വെട്ടി വെക്കുന്നത്. ഈ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോ വെയിൽ ഇത്തിരി കുറവായ കാരണം നല്ല വെയിലത്താണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട്. വേഗം വേരൊക്കെ പിടിക്കും. അപ്പൊ
ഇത്തിരി കൂടുതൽ തന്നെ വെട്ടിയേക്കും, വേഗം നമുക്ക് നല്ല തിക്കൻസ് ആയിട്ട് വളർന്ന് കിട്ടുമല്ലോ. ഇത്രയും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ വെച്ചിട്ട് വേണ്ടി വരാണെങ്കിൽ നമുക്ക് വെട്ടാലോ. പിന്നെ ഈ കാണുന്നത് മുഴുവൻ ചെടികൾ തന്നെയാട്ടാ. ഞാൻ അങ്ങനെ ഒന്നും നശിപ്പിക്കില്ല. എന്താ പറയാ, പടരുന്ന ചെടികളാണെങ്കിൽ അങ്ങനെ പടരട്ടെന്ന് വെച്ചിട്ട് ഒരു ഭാഗത്തിടും. അതേപോലെ തന്നെ ഈ സൈഡിലായാലും കണ്ട, ഈ ഇതൊക്കെ നമ്മളിങ്ങനെ ചട്ടികളിൽ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുള്ളതാണ്. ഇതും കാരണം എന്താണെന്നറിയോ, നമ്മള് ചട്ടികളിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ചാലും ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ അതിങ്ങനെ ഒത്തിരി വലുതായി കഴിയുമ്പോഴേ അതിനെ മാറ്റിയിട്ട് ഒരു മീഡിയം വലിപ്പമുള്ള ചെടി ഞാൻ വെക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നത് ചെടികൾ. കണ്ട, ഈ ചെടിയുടെ കൊമ്പൊന്നും ഇങ്ങനെ ഒരിക്കലും കളയില്ല. ഇതൊക്കെ എനിക്ക് വെക്കാനായിട്ട് ഒരു ഭാഗം റെഡിയാക്കി വരുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് വെക്കേണ്ടവർ തന്നെയാണ്. കാരണം ഈ ചെടി ഞാൻ മേടിക്കാൻ പോയപ്പോഴേ ഞാൻ വരെ ഞെട്ടി. ഞാൻ പറഞ്ഞല്ലോ 1500 രൂപ പറഞ്ഞത്. ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അത്ര വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം എൻ്റെ ഒറ്റ കൊമ്പ് ഞാൻ കളയില്ല. ഇതിന് മാക്സിമം കൂടുതൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വരിക. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടാ, നല്ല തിക്കൻസ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൊന്നാങ്കിണി ചീരയില്ലേ, അതിന്റെ ഇല പോലെ തോന്നൂട്ടാ ഈ ഒരു ചെടിയുടെ അല്ല. അപ്പൊ അങ്ങനെ ചെടികൾ വെക്കല് കഴിഞ്ഞുട്ടാ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കൊരു യുദ്ധമായിരുന്നു, വലിയൊരു യുദ്ധം. കാരണം കുറേ നേരം നിന്നിട്ടുണ്ടല്ലോ പുറത്ത്. അപ്പൊ ഇനി എന്നിട്ടാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളോട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബോഗൺവില്ലയിൽ ഇപ്പൊ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നാട്ടാ. അപ്പൊ ഞാൻ ആദ്യം ബോഗൺവില്ല കാട്ടിത്തരാം, വയോട്ടാ. നോക്കിയേ, നമ്മുടെ ബോഗൺവില്ലയിൽ ഇപ്പൊ നോക്കിയാൽ നന്നായിട്ട് പൂവുണ്ട് കേട്ടാ. അപ്പൊ ബോഗൺവില്ല നിൽക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിൽ അതനുസരിച്ച് പൂവിടും. ഇവിടെ എനിക്ക് നിൽക്കുന്ന ഭാഗത്ത് തന്നെ നമുക്ക് പറയാൻ മാത്രം വെയിലൊന്നുമില്ല, എങ്കിലും അത്യാവശ്യത്തിന് നമുക്ക് പൂവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മള് ഇവർക്ക് ചെയ്യണ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു മാസം മുന്നൊക്കെ ആയിട്ട് നമ്മള് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് ബോഗൺവില്ലയില് വളരുന്ന കാര്യങ്ങളൊക്കെ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, ചട്ടി കഴുകണതും ഒക്കെ ആയിട്ട്. പക്ഷെ പിന്നെ നമ്മുടെ കാലാവസ്ഥ മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പിന്നെ നമ്മുടെ ബോഗൺവില്ലയിൽ പൂവിടല് കുറച്ച് കുറഞ്ഞത്. ഇപ്പൊ നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയപ്പോ വീണ്ടും പൂവിട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ അന്ന് ചെയ്ത വളം എന്ന് പറയുന്നത്, കുറച്ച് മണ്ണ് അല്ലെ, നമ്മുടെ എന്താ പറയാ, കുറച്ച് മണ്ണ് ഏറ്റവും കുറവിട്ടാ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചാണപ്പൊടി, പിന്നെ എന്താ പറയുക, കപ്പലിന്റെ പിണ്ണാക്ക് പൊടിച്ചത്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മള് കപ്പലിന്റെ പിണ്ണാക്ക് വെള്ളത്തില് കുളിപ്പിക്കാൻ വെക്കും ഒരാഴ്ച. അതിന്റെ തെളി എടുത്തിട്ട് 2 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഓരോന്നിന്റെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കൂട്ടെ. അത് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഒഴിക്കാം, കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബോഗൺവില്ലയ്ക്ക് ചെയ്യാനായിട്ട്. അത്യാവശ്യത്തിന് പൂവുണ്ട്. നല്ല വെയിലുണ്ടെങ്കിൽ ഇതിനും കൂടുതൽ പൂവിട്ടാനെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണേ. ഇനി നമുക്ക് എന്നിട്ടാണെങ്കിൽ ഹായ് പറയാനുണ്ട്, ഇനി അത് പറയാട്ടാ. നമുക്കുണ്ടല്ലോ ആദ്യം ബർത്ത്ഡേ വിഷയാട്ടാ. അനിത പ്രവീണിന്റെ ഹസ്ബൻഡ് പ്രവീണിന്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ 29-ാം തീയതി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പ്രവീൺ. എന്നിട്ട് അടുത്തത് സുൽബത്ത് ബൈജുവിന്റെ വിവാഹ വാർഷികമാണ് ജനുവരി 5-ാം തീയതി. അപ്പൊ സുൽബത്ത് ബൈജുവിന് എന്റെ എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും നേരുന്നു കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് ആട്ടോ പറയാനുള്ളത്. സൈറ, ഹായ് സൈറ. പ്രസീത, ഹായ് പ്രസീത. ഇനി നമ്മൾ സാധാരണ ഹായ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാചകമൊക്കെ ആണല്ലോ ചെയ്യാറ്. ഇന്ന് നമ്മള് പാചകമൊന്നും ചെയ്യണില്ല. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടാ.